ഈ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് ഗൂർഖകളുണ്ടായിരുന്നു. പണ്ട് കുറേ കൂടെ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ നമുക്ക് പേടിയായിരുന്നു ഇവരെ കാണുമ്പോൾ. സൈക്കിൾ ചവിട്ടി ഒരു വിസിലൊക്കെ അടിച്ചാണ് പോകുന്നത്. രാത്രി സന്ദർഭങ്ങളിലൊക്കെ ഈ വിസിൽ കേൾക്കുമായിരുന്നു. രാത്രി സൈക്കിളിൽ ഇങ്ങനെ ഒരു വിസിലടിച്ചൊക്കെ പോയിട്ട് മാസത്തിലൊരിക്കൽ വീടുകളിൽ വന്ന് പിരിക്കാനൊക്കെ വരുമായിരുന്നു. കുട്ടികൾക്കൊക്കെ വല്ലാത്ത പേടിയായിരുന്നു. ഇപ്പോൾ അവരിൽ നല്ലൊരു ശതമാനം പേരും തിരിച്ചുപോയി. അന്നൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളത്, ഈ ഗൂർഖ ഉറയിൽ നിന്ന് കത്തി ഊരിയാൽ പിന്നെ ചോര കണ്ടിട്ടേ അവർക്ക് തിരിച്ചിടാനൊക്കത്തുള്ളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ ഊരാതിരിക്കണേ എന്നാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ പ്രാർത്ഥന. ഇപ്പോൾ രാംസിംഗ് എന്ന് പറയുന്ന ഒരു ഗൂർഖ ഇടയ്ക്ക് വീട്ടിൽ വരും. നാളെ വരാൻ പറഞ്ഞാൽ പാവം നാളെ വരും. 2-3 പ്രാവശ്യം വന്നു കഴിയുമ്പോൾ നമ്മളെന്തെങ്കിലും കൊടുക്കും. അങ്ങനെ പല സ്ഥലത്തുനിന്നും കൊടുക്കുന്ന ആളുകളുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓർത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ചിരിപ്പിക്കുന്നൊരു ഗൂർഖയായി മാറിയിരിക്കുകയാണ് ട്രംപ്. ട്രംപ് കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടെല്ലാം പറഞ്ഞത്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടാണ് പുള്ളി പറയുന്നത്. കാരണം അവരുടെ കയ്യിലെ കാശാണ് പുള്ളിയുടെ ലക്ഷ്യം. പുള്ളിക്ക് പണ്ട് മുതലേ മദ്യം, പിന്നെ പുള്ളിയിൽ 54 കോടി ഇപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, പെണ്ണ്, പിന്നെ കാശ്, ഇത് മൂന്നുമാണ് പുള്ളിയുടെ ലക്ഷ്യം. ഏത് അധികാരവും ഏത് കച്ചവടവും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ അളിയൻ പറയുന്നത്, ഹോർമിസ് കടലിടുക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് തരാം, അതിൻ്റെ കാവൽക്കാരനായി ഞങ്ങൾ നിന്നോളാം, ഞങ്ങൾക്ക് 20% തന്നാൽ മതിയെന്ന്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കപ്പം തന്നാൽ മതിയെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ. യാതൊരു തടസ്സവും ഇല്ലാതെ, ആർക്കും കപ്പം കൊടുക്കാതെ യഥേഷ്ടം എല്ലാ ചരക്ക് നീക്കങ്ങളും നടന്നിരുന്ന ഹോർമിസ് കടലിടുക്കിൽ അവിടെ ആക്രമിച്ച് എന്ന് ഒരു രാജ്യത്തെ ആക്രമിച്ച് അടിയും വാങ്ങിച്ച് പുളിയും കുടിച്ചിട്ട് ഞങ്ങൾ കാവൽ നിന്നോളാം, ഞങ്ങൾക്കൊരു തുക തന്നാൽ മതി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിപ്പോൾ ട്രംപുമായി ചേർന്ന് അതിനൊരു ധാരണയുണ്ടാക്കിയാൽ ഇപ്പോൾ യുദ്ധം തീരും. അതായത് നമുക്ക് ഈ ലോകത്തെ മുഴുവൻ 50% പിരിക്കാം, നിനക്ക് 30, ഞങ്ങൾക്ക് 20 എന്ന് ഇറാൻ പറഞ്ഞാൽ മതി. ട്രംപിൻ്റെ പ്രശ്നം തീർന്നു. ട്രംപിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കാശാണ്. അല്ലെ, വെനിസ്വലയെ ആക്രമിച്ചതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അമേരിക്കയിലും ഉണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം വളരുന്നു, വളരെ വേഗത്തിൽ മുന്നേറുന്നു, അവർക്ക് ക്യാഷ് റിസർവ്സ് ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒറ്റ വെടിയിൽ ഇവിടുത്തെ വിഭവങ്ങളും കിട്ടും, മറ്റ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലുമാക്കാം എന്ന ലക്ഷ്യത്തോടെയാണല്ലോ യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിലാണ് ഇങ്ങനൊരു ഉന്നം വെച്ചിരിക്കുന്നത്. അതിനെ പരിഹസിച്ചുകൊണ്ട് നമ്മുടെ അബ്ബാസ് അരാച്ചി പറഞ്ഞത് എന്താണെന്നറിയോ? ഇറാൻ്റെ, അതായത് അയാളെക്കാൾ ന്യായമായ വിലയ്ക്കും ഞങ്ങൾ വിടാവുന്നു എന്ന് പറഞ്ഞാൽ, അയാൾക്ക് 25% വേണ്ടതെങ്കിൽ ഞങ്ങൾ 10% തരാം. എന്തായാലും ഈ ഭൂമിയിൽ അയാളെക്കാൾ ഫെയർ ഞങ്ങളാണ്. ട്രംപിനേക്കാൾ എന്തായാലും നീതിമാന്മാർ ഞങ്ങൾ തന്നെയാണ്. കാരണം അയാൾക്ക് എന്ത് അനീതിയും കാണിക്കാൻ ഒരു മടിയില്ല. അത് നമ്മൾ കണ്ടതല്ലേ. ഈ തീരുവ 100-ൽ നിന്ന് 500% 400% എതിർത്ത 1000 എന്നൊക്കെ പറയുന്ന, എന്ത് വൃത്തികേടും പറയാനും ചെയ്യാനും ഒരു മടിയുമില്ലാത്ത ആളിനേക്കാൾ വളരെ ഭംഗിയോടെ ഞങ്ങളിത് നടത്തിക്കൊള്ളാം എന്നാണ് മറുപടി കൊടുത്തത്. അപ്പം ചുരുക്കത്തിൽ ലോകസമാധാനവും നീതിയും ഇറാൻ്റെ മതമൗലികവാദത്തിനെതിരെയുള്ള പോരാട്ടമൊന്നുമല്ല, കാശ് മോഷ്ടിക്കാനും കപ്പം പിരിക്കാനും നടത്തുന്ന ആധുനിക കാലഘട്ടത്തിലെ ഒരു കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഈ ആക്രമണം. അത്രയേ ഉള്ളൂ, സിമ്പിൾ.